Hey my dear lambs, welcome to the sessions of the CA Intermediate paper number 1 Advanced Accounting. നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് AS1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിംഗ് പോളിസീസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 2025 RTP ആണ്. യെസ്, AS1 റിലേറ്റ് ചെയ്ത ഈ ഒരു ക്വസ്റ്റ്യൻ സംഭവിക്കുന്നത് നമ്മുടെ ലയൺ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ്. ആ കമ്പനി എന്ന് പറയുന്ന ഒരു മാനുഫാക്ചറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റുകൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ സംഭവം നടക്കുന്നത് 31 മാർച്ച് 2025 എൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്താണ്. യെസ്, കമ്പനി ജനറലി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ് ഫോർ ദ ഫിക്സഡ് അസറ്റ്സ് ആൻഡ് FIFO for inventory valuation and the percentage of completion method for the revenue recognition of construction contract. നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യും? AS7 പഠിക്കും, ആൻഡ് ഇൻവെന്ററി AS2 ആൻഡ് AS10 ഫോർ ദ PP ഫിക്സഡ് അസറ്റ് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ വരും. അപ്പോൾ അവിടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാം. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇത് വായിച്ചു വിടാം. ഇപ്പോൾ ഇൻവെന്ററി എന്താ, ഇപ്പം നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന വാല്യൂവേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് പറയുന്നത് ഫിഫോയാണ്. ഫിഫോയിൽ നിന്നിട്ട് നമ്മൾ വെയിറ്റഡ് ആവറേജിനകത്തോട്ട് മാറുകയാണ്. എന്തിനാണ് സർ? നമ്മുടെ റോ മെറ്റീരിയലിൻ്റെ പ്രൈസിനകത്തുണ്ടാകുന്ന വ്യത്യാസം. ഓക്കെ ആണോ? അടുത്തത് ഇനി ഡിപ്രീസിയേഷൻ. ഇതുവരെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് SLM മെത്തേഡിനകത്താണ്. ബട്ട് ഇനി തൊട്ട് നമ്മൾ WDV മെത്തേഡിനകത്തോട്ട് പോവാണ്. അസറ്റിൻ്റെ യൂസേജ് അനുസരിച്ച് കറക്റ്റായിട്ട് എന്ത് ചെയ്യും, മെഷർ ചെയ്യും, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ കറക്റ്റായി കമ്പ്യൂട്ട് ചെയ്യുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. അടുത്തത് ഇവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്? ഇൻവെന്ററി വാല്യുവേഷൻ മെത്തേഡ് ഫോളോ ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ചേഞ്ച് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഡിപ്രീസിയേഷൻ്റെ മെത്തേഡ് ചേഞ്ച് ചെയ്തിട്ടില്ല, ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അടുത്തെങ്കിൽ അതെന്തുകൊണ്ടല്ല, മീൻസ് അത് മെറ്റീരിയൽ അല്ലെന്ന് പറഞ്ഞിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇതുവരെ ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുന്നത്. ഇനി കമ്പനി ഡിസ്ക്ലോസ് ചെയ്ത മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഗവൺമെൻറ് ചെയ്യുന്ന കുറച്ച് ഗ്രാൻഡ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഗ്രാൻഡ് റിലേറ്റ് ചെയ്ത് അക്കൗണ്ടിംഗ് പോളിസി എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല. എന്താണ് AS1 പറയുന്നത്? പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്ന അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എടുക്കുന്ന അക്കൗണ്ടിംഗ് പോളിസീസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണമെന്നാണ്. ബട്ട് എന്ത് ചെയ്തിട്ടില്ല, ഇവർ അത് ചെയ്തിട്ടില്ല. യെസ്, ഈ ഒരു സബ്സിഡി ഈ ഒരു ഇയറിലാണ് കിട്ടിയ, അതൊരു സിഗ്നിഫിക്കൻറ്റ് എമൗണ്ടും ആണ്. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ക്വസ്റ്റ്യൻ പറയുന്നതെന്ന് പറയുന്നത്, സാർ എന്തെങ്കിലും വയലേഷൻസ് ഉണ്ടോ, കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക, ദെൻ അതിനെ ഒന്ന് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അണ്ടർ AS1. ഓക്കെ ആണോ? ബാക്കിയുള്ള AS ഒന്നും ഇല്ല, ഈ ഒരു AS മാത്രം നോക്കാം. അടുത്തത് ഇവർ പറയാം മെറ്റീരിയാലിറ്റിയുടെ കാര്യം. ദെൻ ഈ ഒരു മെറ്റീരിയാലിറ്റിയുടെ ഇഷ്യൂവിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇവാലുവേഷൻ നടത്തുക, നോൺ ഡിസ്ക്ലോഷർ ഓഫ് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി ആണെങ്കിലും. യെസ്, അടുത്തത് നമ്മുടെ ചേഞ്ച് ഫ്രം FIFO ടു വെയ്റ്റഡ് ആവറേജ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആണോ, അക്കൗണ്ടിങ് പോളിസി ആണോ എന്നുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് യെസ്, നമ്മളൊരു ഇൻട്രോയിലോട്ട് പോവുകയാണെങ്കിൽ AS1 എന്താണ് പറയുന്നത്? എവ്രി സച്ച് നമ്മുടെ എല്ലാ അക്കൗണ്ടിങ് പോളിസീസും നമ്മൾ അഡോപ്റ്റഡ് ഫോർ ദ പ്രിപ്പറേഷൻ പ്രസൻറ്റേഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യണം, നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അടുത്തത് എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്യുക. അതിൻ്റെ നേച്ചർ, റീസൺ നമ്മൾ എന്ത് ചെയ്യുക, അത് പറയുക. അടുത്തത് എമൗണ്ട് ഒന്നും അസർട്ടൈൻ ചെയ്യാൻ പറ്റില്ല, നമ്മൾ എത്ര നോക്കിയിട്ട് പറ്റുന്നില്ലെങ്കിൽ കാര്യം എന്ത് ചെയ്യുക, ഇൻഡിക്കേറ്റ് ചെയ്യുക. അടുത്തത് ഇൻ ദിസ് കേസ് എന്താണ് സംഭവിച്ചേക്കുന്നത്, നമ്മൾ ഇൻവെന്ററി വാല്യൂഷൻ FIFO ടു വെയ്റ്റഡ് ആവറേജ് മാറിയായിരുന്നു. അത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചേഞ്ച് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ്. ചേഞ്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവിടെ കുഴപ്പമൊന്നുമില്ല. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഡിപ്രീസിയേഷൻ്റെ കേസാണ്. ഡിപ്രീസിയേഷൻ ഇതൊരു അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആണ്. ചോദ്യത്തിനകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്, അക്കൗണ്ടിങ് പോളിസി എന്നാണ് പറഞ്ഞേക്കുന്നത്. ബട്ട് ഇറ്റ്സ് ആൻ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് ദ ഡിസ്ക്ലോഷർ ഓഫ് മെറ്റീരിയൽ ഫാക്ട് ആണ്. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഡിസ്ക്ലോസ് ചെയ്യണം. അത് എന്താണ്, ഇതുപോലെ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. ബട്ട് നമുക്ക് ഇമ്മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞ് പറയുകയാണെങ്കിൽ അത് എന്ത് ചെയ്യണം, അതിന് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടായിരിക്കണം. റൈറ്റ്, ഇത് മെറ്റീരിയൽ ആണെന്നൊരു സാധനം പറയണമെങ്കിലും പറയാതിരിക്കണമെങ്കിലും എന്ത് വേണം, എവിഡൻസ് ഉണ്ടായിരിക്കണം. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാം. അടുത്തത് ഗവൺമെൻറ് ഗ്രാൻസിൻ്റെ കാര്യത്തിനകത്ത് പറയുകയാണെങ്കിൽ എന്താണ്, അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിരുന്നു. നമ്മൾ എല്ലാ സിഗ്നിഫിക്കൻ്റ് അക്കൗണ്ടിംഗ് പോളിസി ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഫോളോ ചെയ്തത് എന്ത് ചെയ്യണം, പ്രിപ്പറേഷൻ പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഡിസ്ക്ലോസ് ചെയ്യണം. ബട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഇത് എന്ത് ചെയ്യേണ്ടായിരുന്നു, ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. AS1 വയലേഷനാണ്. ഇപ്പോൾ ഇൻവെന്ററിയുടെ കേസ് ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തു. ഇമ്പാക്ട് ചേഞ്ച് എന്ത് ചെയ്യണം, അതും കൂടെ ഡിസ്ക്ലോസ് ചെയ്യണം, കാര്യങ്ങളൊക്കെ ഓക്കെ. ദെൻ ഇത് ഡിപ്രീസിയേഷൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്തിട്ടില്ല, അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. എന്താ അവർ പറയുന്നത്, അതൊരു അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ് ആണ്. അക്കൗണ്ടിങ് എസ്റ്റിമേറ്റിനകത്ത് പിന്നെ മെറ്റീരിയൽ അല്ല എന്നും പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇനി മെറ്റീരിയാലിറ്റി ഈ ഒരു കേസിനകത്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ മെറ്റീരിയാലിറ്റി ഞാൻ ഓൾറെഡി അംബാനിയുടെ കേസ് വെച്ച് പറഞ്ഞല്ലോ. അംബാനി ഇപ്പോൾ 1000 രൂപ അല്ലെങ്കിൽ 100 രൂപ എങ്ങനെയാണ്, അതേപോലെ ആയിരിക്കത്തില്ല എനിക്കുണ്ടായിരിക്കുന്നത്. ഇപ്പം നമ്മുടെ യൂസേഴ്സ് ആരാ നോക്കുക, യൂസേഴ്സിൻ്റെ എക്കണോമിക് ഡിസിഷൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ്, അതൊരു മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമാണ്. ഇനി സർ നമ്മുടെ കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇത് ഈ ഡിപ്രീസിയേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാണിക്കാതെ, അതിൻ്റെ ചേഞ്ച് കാണിക്കാതെ ഡിസ്ക്ലോസ് ചെയ്യാതെ പോയത് ഇമ്മെറ്റീരിയൽ ആണെന്ന് പറയാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ അത് ക്വാണ്ടിറ്റേറ്റീവ്ലി ആണെങ്കിൽ എന്താ പറയാൻ പറ്റും. ബട്ട് ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ്ലി ഉള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്
ചെറുതാണ്. ബട്ട് ക്വാളിറ്റേറ്റീവിലുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇച്ചിരി കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്ക്ലോസ് എന്തെങ്കിലും ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതിനുള്ള എവിഡൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, അത് ക്വാണ്ടിറ്റേറ്റീവ്ലി ആൾസോ ഇത് ക്വാളിറ്റേറ്റീവ്ലി എന്താണ്, ഇമ്മെറ്റീരിയൽ ആണെങ്കിലാണ് നമ്മൾ ഇമ്മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൊവിഷൻ യൂസ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് PL യൂസേഴ്സ് ആൻഡ് ബാലൻസ് ഷീറ്റ് യൂസേഴ്സിന് ഇത്രയും പേർക്ക് എന്ത് വേണം, നമ്മുടെ ഈ ഒരു ഡിപ്രീസിയേഷൻ കൊണ്ട് അഫക്റ്റ് ചെയ്യുന്നതാണ്. സോ നമ്മൾ അത് ക്വാളിറ്റേറ്റീവ്ലി അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇനി സാർ ഈ FIFO ടു വെയ്റ്റഡ് ആവറേജിൻ്റെ കാര്യം പറഞ്ഞു. ഈ കഥ എങ്ങനെയാണ്, ഈ ചേഞ്ച് ഇൻ ഇൻവെൻട്രി വാല്യുവേഷൻ എന്ന് പറയുന്നത് എന്താണ്, അക്കൗണ്ടിങ് പോളിസിയുടെ ചേഞ്ച് ആണ്. അക്കൗണ്ടിങ് പോളിസീൻ്റെ ചേഞ്ച് ആണ്. നമ്മൾ എന്ത് ചെയ്യണം, നേച്ചർ ആൻഡ് ഇമ്പാക്റ്റ് എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ ആണോ, ഫൈൻ ആണോ?